Good morning all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിർച്ചോഫ്സ് കറന്റ് ലോ, അതുപോലെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, ദെൻ തെവനിൻസ് തിയറം. ഓക്കെ, കിർച്ചോഫ്സ് കറന്റ് ലോയ്ക്ക് വേറൊരു പേരാണ് ജംഗ്ഷൻ ലോ. അതായത് ജംഗ്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് സർക്യൂട്ട് ആണെങ്കിൽ പാരലൽ സർക്യൂട്ടാണ്. ഇത് R1, R2, R3 എന്നുള്ള റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ട്. ഇതിന്റെ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ജംഗ്ഷനാണ്. അപ്പോൾ ഈ ജംഗ്ഷനിൽ വെച്ച് എന്ത് ചെയ്യുന്നു? കറണ്ട് സ്പ്ലിറ്റ് ആവുന്നു അല്ലേ? ഈ ടോട്ടൽ കറണ്ട് ഈ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് I1 ആയിട്ടും I2 ആയിട്ടും I3 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ R1ലൂടെ ഒഴുകുന്ന കറണ്ട് I1, R2ലൂടെ ഒഴുകുന്ന കറണ്ട് I2, R3ലൂടെ ഒഴുകുന്ന കറണ്ട് I3. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് I1 പ്ലസ് I2 പ്ലസ് I3 ആയിരിക്കും. അതിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിർച്ചോഫ് കറന്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എനി നെറ്റ്വർക്ക് ദ ആൾജിബ്രൈക് സം ഓഫ് കറന്റ്സ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഓർ ജംഗ്ഷൻ ഈസ് 0. അതായത് ഈ ഒരു പോയിന്റ് എടുക്കുക, എൻറ്ററിങ് കറണ്ടും ലീവിങ് കറണ്ടും ഈക്വൽ ആണ്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിലെ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ആൾജിബ്രൈക് സം എന്ന് ഉദ്ദേശിച്ചത് എൻട്രിങ് കറണ്ടിന് ഞാൻ പോസിറ്റീവ് എന്ന് കൊടുത്തു, ലീവിങ് കറണ്ടിന് നെഗറ്റീവ് എന്ന് കൊടുത്തു. അതായത് 3 ആംപിയർ ഇങ്ങോട്ട് വന്നു, 1 ആംപിയർ ഇതുവഴി ഒഴുകി, 1 ആംപിയർ ഇതുവഴി ഒഴുകി, 1 ആംപിയർ ഇതുവഴി ഒഴുകി. അപ്പോൾ അതായത് 3 പ്ലസ് -1 പ്ലസ് -1 പ്ലസ് -1 ദാറ്റ് ഈസ് 0. അതാണ് ആൾജിബ്രൈക് സം എന്ന് പറയുന്നത്. ആൾജിബ്രൈക് സം എന്ന് പറയുന്നത് എൻട്രിങ് കറണ്ടിന് ഞാൻ പോസിറ്റീവ് എന്ന് കൊടുത്തു, അപ്പോൾ ലീവിങ് കറണ്ടിന് ഞാൻ നെഗറ്റീവ് എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? IT ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. ദെൻ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് മെഷ് ലോ. അപ്പോൾ ഈ മെഷ് ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൂപ്പ് റൂൾ എന്ന് വിളിക്കാൻ വേണമെങ്കിൽ, ഒരു ലൂപ്പിനുള്ളിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇതാണ് നമ്മുടെ വോൾട്ടേജ് സോഴ്സ്. എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? R1, R2, R3 റെസിസ്റ്റേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ വോൾട്ടേജ് ഇതിനക്രോസ് ഡ്രോപ്പ് ഉണ്ടാകുന്നത് V1, ഇതിനക്രോസ് ഉണ്ടാകുന്ന ഡ്രോപ്പ് V2, ഇതിനക്രോസ് ഉണ്ടാകുന്ന V3 എന്ന് വിചാരിക്കുക. നമുക്കറിയാം ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? V1 പ്ലസ് V2 പ്ലസ് V3. ഇതാണ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ മൈനസ് പ്ലസ്, സെക്കൻഡ് സൈൻ എന്താണ്? പ്ലസ്. അപ്പം ഞാൻ പ്ലസ് V, ദെൻ പ്ലസ്, ഇത് ഇങ്ങോട്ടാണല്ലേ പോകുന്നത്, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനല്ലേ. അപ്പം ഇവിടെ വരുമ്പോൾ പ്ലസ് മൈനസ്, സെക്കൻഡ് സൈൻ നമ്മൾ എടുക്കുന്നു. അപ്പോൾ മൈനസ് V1, ദെൻ മൈനസ് V2, മൈനസ് V3 ഈക്വൽ ടു 0. അതായത് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് കിട്ടും. ഈ ഒരു സർക്യൂട്ടിൽ നിങ്ങൾ നോക്കിക്കേ, പ്ലസ് V, മൈനസ് V1, മൈനസ് V2, മൈനസ് V3 ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. അതായത് സൈൻ മാറ്റി, അതായത് രണ്ടാമത്തെ സൈൻ വെച്ച് നിങ്ങൾ പറയണം, പ്ലസ് V പ്ലസ് V1 മൈനസ് V2 പ്ലസ് V3 ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടി? V ഈസ് ഈക്വൽ ടു മൈനസ് V1 പ്ലസ് V2 മൈനസ് V3. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു സർക്യൂട്ടിൽ, ഈ ഒരു പവർ സപ്ലൈയിൽ എന്താ സംഭവിച്ചേക്കുന്നത്? മൈനസ് പ്ലസ്, അതായത് പോസിറ്റീവ് ടു നെഗറ്റീവ് വേണം കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ കറണ്ടിന്റെ ഫ്ലോ എങ്ങനെയാണ്? പോസിറ്റീവ് ടു നെഗറ്റീവ്. പക്ഷെ ഇവിടെ കറണ്ടിന്റെ ഫ്ലോ എങ്ങനെയാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് പറഞ്ഞാണ് കറണ്ട് ഫ്ലോ ചെയ്തത്. അതായത് ഇതൊരു പവർ ഡിസിപ്പേറ്റിംഗ് ആയിട്ടുള്ള വോൾട്ടേജ് സോഴ്സ് ആണ്, ഇത് പവർ ഡെലിവറിംഗ് ആയിട്ടുള്ള വോൾട്ടേജ് സോഴ്സ് ആണ്. പവർ ഡെലിവറിംഗ് വോൾട്ടേജ് സോഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും കറണ്ടിന്റെ ഫ്ലോയെ. പവർ ഡിസിപ്പേറ്റിംഗ് ആണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് പറഞ്ഞായിരിക്കും അവിടെ പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് സൈൻ ചെയ്യാൻ പഠിക്കുക. അതായത് രണ്ടാമത്തെ സൈൻ പറയാം, പ്ലസ് V പ്ലസ് V1 മൈനസ് V2 പ്ലസ് V3 ഈക്വൽ ടു 0. അപ്പൊ അങ്ങനെയാണ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ദെൻ തെവനിൻസ് തിയറം. തെവനിൻസ് തിയറം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ് ദാറ്റ് any two terminal network consisting a number of EMF source and resistance can be replaced by equivalent series circuit having a voltage source VTH and a series with the resistance RTH. അതായത് ഒരു കോംപ്ലക്സ് സർക്യൂട്ട് എന്ന് വിചാരിക്കുക, അതിൽ ഒരുപാട് EMF സോഴ്സസും റെസിസ്റ്റേഴ്സും ഉണ്ട്. അതിനെ നമുക്കൊരു സിംഗിൾ വോൾട്ടേജ് സോഴ്സും ഒരു സിംഗിൾ റെസിസ്റ്റൻസും ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. ദെൻ VTH, RTH, തെവനിൻസ് വോൾട്ടേജ്, തെവനിൻസ് റെസിസ്റ്റൻസ്. നമുക്ക് എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു വലിയ സർക്യൂട്ടാണ്.
ഇതിൽ ഒരു EMF സോഴ്സേ ഉള്ളൂ, ഇതിൽ ഒന്നിൽ കൂടുതൽ EMF സോഴ്സസ് വരാം, ഒരുപാട് റെസിസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു സർക്യൂട്ട്. അതിനെ നമുക്ക് ഇങ്ങനൊരു തെവനിൻ ഇക്വലന്റ് സർക്യൂട്ടാക്കി മാറ്റാൻ പറ്റും. ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണ്? ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസും മാത്രമേ കാണത്തുള്ളൂ. ദെൻ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ R1, R2, R3 കോമ്പിനേഷനെ ഞാൻ എന്താക്കി മാറ്റി? RTH എന്നുമാക്കി മാറ്റി. ഇവിടെ ഉണ്ടായിരിക്കുന്ന വോൾട്ടേജിനെ എന്താക്കി മാറ്റി? VTH എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു കോംപ്ലക്സ് സർക്യൂട്ടിനെ, ഒരുപാട് EMF സോഴ്സസും റെസിസ്റ്റൻസസും ഒക്കെ ഉള്ള ഒരു സർക്യൂട്ടിനെ ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കി മാറ്റാൻ പറ്റും. ഇതിന് വിളിക്കുന്ന പേരാണ് എന്ത്? തെവെനിൻസ് തിയറം. ലോഡ് റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ബൾബ് ആയിരിക്കും, അല്ലെങ്കിൽ TV ആയിരിക്കും, അങ്ങനെ ആണ് ഈ RL എന്ന് പറയുന്നത്. അത് നമ്മൾ തിരിച്ച് കണക്ട് ചെയ്തു. ബാക്കിയുള്ള ആ സർക്യൂട്ടിനെ നമ്മൾ എന്താക്കി മാറ്റി? ഒരു സിംഗിൾ സർക്യൂട്ട് വിത്ത് സീരീസ് റെസിസ്റ്റൻസ് ആക്കി മാറ്റി. അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഒരു സർക്യൂട്ടിനെ ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ അതിനൊന്നാമത് നമുക്ക് VTH എന്താണെന്ന് അറിയണം. VTH അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്യുക. ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പിന് വിളിക്കുന്ന പേരാണ് VTH. അതായത് ഈ ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തു. ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തല്ലോ. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഉടനെ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഏതിന് അക്രോസേ വരത്തുള്ളൂ? R2 അക്രോസേ വോൾട്ടേജ് ഡ്രോപ്പ് വരത്തുള്ളൂ. അതിന് കാരണം എന്താണ്? അതായത് കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ മാത്രമേ വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ളൂ, അല്ലെ? അതായത് ഈ ഒരു പോയിന്റിൽ നിങ്ങൾ നിന്നിട്ട് ഇങ്ങോട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഉടനെ നിങ്ങൾക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് കാണാം, R3, R2 കാണാം. അപ്പൊ നിങ്ങൾ ചോദിക്കാം, R3 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്തുകൊണ്ട് എടുത്തില്ല? അതായത് ഈ AB എന്നുള്ള ഈ പോയിന്റ്സിന്റെ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? എന്തുകൊണ്ടാണ് R3 എടുക്കാതിരുന്നത്? R3 എടുക്കാതിരുന്നതിന്റെ കാരണം R3 കറണ്ട് ഒഴുകുന്നില്ല. കാരണം ഇവിടെ ആണല്ലോ കറണ്ട് ഒഴുകാനുള്ള സപ്ലൈ, ഇതാണല്ലോ ഈ സപ്ലൈ വോൾട്ടേജ് ഇവിടം വരെ വന്നു. ഈ ഒരു പോയിന്റ് ജംഗ്ഷനിൽ വന്നിട്ട് ഇങ്ങോട്ട് നോക്കി എന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് കറണ്ട് ഒഴുകുമോ? ഇല്ല. കാരണം ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്. ഇതുവഴി കറണ്ട് ഒഴുകാനുള്ള പാത്ത് ഇല്ല. അതായത് ക്ലോസ്ഡ് പാത്ത് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കറണ്ട് ഒഴുകത്തുള്ളൂ. അപ്പൊ കറണ്ട് സ്വാഭാവികമായിട്ടും R2 മാത്രമേ ഒഴുകത്തുള്ളൂ, R3 ഒഴുകത്തില്ല. അപ്പൊ R3 അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടോ? ഇല്ല. അതായത് VTH എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നതാണ് R2 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പൊ നമ്മുടെ ഈ സർക്യൂട്ട് നിങ്ങൾ നോക്കിക്കേ, അതായത് R1, R2. ഇനി നിങ്ങൾക്ക് ഇത് ഏത് റൂൾ അപ്ലൈ ചെയ്യാം? ഇപ്പൊ നമ്മൾ പഠിച്ച ഒരു റൂൾ ഏതാണ്? വോൾട്ടേജ് ഡിവൈഡർ റൂള്. അപ്പം ഇവിടുത്തെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് VTH ഈക്വൽ എന്താണ്? ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഇറ്റ്സ് ഓൺ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് V ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. എന്തുകൊണ്ട് R3 കൺസിഡർ ചെയ്തില്ല എന്ന് മനസ്സിലായില്ലേ? കാരണം എന്താ? കറണ്ട് ഒഴുകിയാലേ ഇതിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ കറണ്ട് ഒഴുകുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്ത് സംഭവിച്ചു? ഇത് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് കറണ്ട് ഒഴുകുന്നില്ല, R2 മാത്രമേ. അപ്പൊ R1ഉം R2 മാത്രമേ കറണ്ട് ഒഴുകുന്നുള്ളൂ. അപ്പൊ R2 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിന് വിളിക്കുന്ന പേരാണ് VTH. അപ്പൊ VTH ഈക്വൽ എന്താണ്? V ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പൊ നമ്മൾ VTH കണ്ടുപിടിക്കാൻ പോവാണ്. ഒന്നാമത് നമ്മൾ എന്ത് ചെയ്തു? ലോഡ് റെസിസ്റ്റൻസ് നമ്മൾ റിമൂവ് ചെയ്തു. ലോഡ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന വോൾട്ടേജിന് പറഞ്ഞ പേരാണ് എന്ത്? VTH. അപ്പം VTH നമുക്ക് എങ്ങനെ കിട്ടുന്നത്? I ഇൻറ്റു R2 ഒഴുകുന്ന കറണ്ടാണ് IR2. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഇറ്റ്സ് ഓൺ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? VR2 കിട്ടും. അല്ലെ നമുക്ക് IR2 കണ്ടുപിടിക്കാം. ടോട്ടൽ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് വഴി നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കറണ്ട് നമുക്ക് കിട്ടും. അപ്പം R2 ഒഴുകുന്ന കറണ്ട് സെയിം കറണ്ട് അല്ലേ, കാരണം സീരീസ് സർക്യൂട്ടാണ് ഇപ്പൊ ഇത്. ഓക്കെ. ദെൻ RTH കണ്ടുപിടിക്കാനായിട്ടുള്ള റൂള് ശ്രദ്ധിച്ച് കേൾക്കുക. RTH കണ്ടുപിടിക്കാനുള്ള റൂള് ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്യുക. ദെൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വീണ്ടും നിങ്ങൾ കാണുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണോ അതിന് വിളിക്കുന്ന പേരാണെന്ത്? RTH. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇതിൽ എന്തെങ്കിലും വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ വോൾട്ടേജ് സോഴ്സിനെയും കറണ്ട് സോഴ്സിനെയും ചെയ്യാന്ന് വെച്ചാൽ മീനിങ് എന്താ? ഇറ്റ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ഇറ്റ്സ് ഇന്റേണൽ EMF. ഇന്റേണൽ EMF എന്ന് വെച്ചാൽ വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ EMF ഐഡിയൽ കേസിൽ 0 ആണ്. കറണ്ട് സോഴ്സിന്റെ ഇന്റേണൽ EMF ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ടാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത് വോൾട്ടേജ് സോഴ്സിനെ, ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നത് കറണ്ട് സോഴ്സിനെ. അതെന്താന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം. അപ്പം ഇത്ര ഓർക്കുക, ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തു. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ദെൻ വോൾട്ടേജ് സോഴ്സിന് എന്ത് ചെയ്തു? ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പൊ RTH ഈക്വൽ എന്താണ്? R3 പ്ലസ് R1ഉം R2 എന്താണ് ഇവിടെ? പാരലൽ ആണ്. അപ്പൊ R1 പാരലൽ R2, R3 പ്ലസ്
അപ്പോൾ ഒന്നാമത് നമ്മൾ എന്ത് ചെയ്തു? ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തു. ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ RTH. അപ്പോൾ ഏതൊക്കെ റെസിസ്റ്റൻസ്? പിന്നെന്താ? വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ടും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? R3 പ്ലസ് R1 പാരലൽ R2, ദാറ്റ് ഈസ് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ നമ്മൾ എന്തൊക്കെ കിട്ടി? VTHും കിട്ടി, RTHും കിട്ടി. അപ്പോൾ പ്രൊസീജിയർ എന്താണ്? ലോഡ് ടെർമിനലിനെ റിമൂവ് ചെയ്യുക, ദെൻ VTH കണ്ടുപിടിക്കുക. VTH കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ദെൻ RTH കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. അതിന്റെ ശരിക്കുള്ള മീനിങ് വോൾട്ടേജ് സോഴ്സിനെ ഇന്റേണൽ EMF വഴി, ഇന്റേണൽ റെസിസ്റ്റൻസ് വഴി റീപ്ലേസ് ചെയ്യുന്നു, കറണ്ട് സോഴ്സിനെ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വഴി റീപ്ലേസ് ചെയ്യുന്നു. ദെൻ VTHും RTHും കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. ദെൻ അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ലോഡ് റെസിസ്റ്റൻസിനെയും കൂടെ തിരിച്ച് നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇതൊരു പ്രോബ്ലം എന്ന് വിചാരിച്ചോ. 100 ഓമിലൂടെ ഒഴുകുന്ന കറണ്ട് എനിക്കറിയണം. അപ്പൊ ഇതൊരു വലിയ സർക്യൂട്ട് അല്ലേ? സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസും ആക്കി മാറ്റണമെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഒന്നാമത് നമ്മൾ ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്ത് 100 ഓമിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇനി അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? VTH കണ്ടുപിടിക്കണം. അപ്പോൾ 100 ഓമിനെ റിമൂവ് ചെയ്തു. അപ്പോൾ 8 ഓമിനോട് ഒഴുകുന്ന 8 ഓമിന്റെ വോൾട്ടേജ് ആണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ 8 ഓമിന്റെ വോൾട്ടേജ് എനിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? 8 ഓമിലൂടെ ഒഴുകുന്ന കറണ്ട് എനിക്കറിയണം. എങ്കിൽ മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എന്തറിയണം? ടോട്ടൽ കറണ്ട് അറിയണം. ടോട്ടൽ കറണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ടിനെ എനിക്ക് എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു സർക്യൂട്ടിനെ നോക്കിക്കേ, 12 ഓമും 8 ഓമും സീരീസ് അല്ലേ? അപ്പൊ 12 ഓം പ്ലസ് 8 ഓം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 20 ഓം എന്ന് കിട്ടി. ഓക്കെ, ഞാൻ ഇതായത് ഈ സർക്യൂട്ടിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം 8 ഓമിലൂടെ വരുന്ന കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ 12 ഓമും 8 ഓമും ഇപ്പൊ സീരീസ് ആണ്, ഇങ്ങോട്ട് കറണ്ട് ഒഴുകുന്നില്ല കാരണം അത് ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പൊ 12 ഓം 8 ഓമും സീരീസ് ആണ്, 20 ഓം എന്ന് റീപ്ലേസ് ചെയ്തു. അപ്പൊ ഈ കറണ്ട് എങ്ങോട്ടൊക്കെ ഒഴുകുന്നത്? 20 ഓം 20 ഓം 20 ഓം 20 ഓം എന്താണ്? പാരലൽ ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? 10 ഓം ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പം മൊത്തം സർക്യൂട്ട് നമുക്ക് കിട്ടി 100 വോൾട്ട് 10 ഓം 10 ഓം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു സർക്യൂട്ട് കിട്ടി. അപ്പൊ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് ഉണ്ട്, ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 100 വോൾട്ട് ഡിവൈഡഡ് ബൈ 10 ഓം പ്ലസ് 10 ഓം. എത്ര കിട്ടി? 20 ഓം. ദാറ്റ് ഈസ് 100 വോൾട്ട് ബൈ 20 ഓം, ദാറ്റ് ഈസ് 5 ആംപിയർ എന്ന് കിട്ടി. അപ്പം അതായത് ഇത് 5 ആംപിയർ ആണ്. ടോട്ടൽ കറണ്ട് 5 ആംപിയർ ആണ്. എനിക്ക് അറിയേണ്ടത് ഏതാണ്? 8 ഓമിലൂടെ ഒഴുകുന്ന കറണ്ട്. അത് ഏത് കറണ്ട് ആണ്? I2 അല്ലേ? അപ്പൊ ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഏത് റൂളാണ്? കറണ്ട് ഡിവൈഡർ റൂള്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2.5 ആംപിയർ ആണ് 8 ഓമിലൂടെ ഒഴുകുന്നത് കിട്ടി. അപ്പൊ 8 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? ഇപ്പൊ കിട്ടി 2.5 ഇൻറ്റു 8 20 വോൾട്ട്. അതായിരിക്കും VTH. കാരണം 8, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ എനിക്ക് അറിയണ്ടേ? അപ്പൊ 8 ഓമിലൂടെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്ര കിട്ടി? 20 വോൾട്ട് എന്ന് കിട്ടി. RTH കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 100 ഓമിനെ റിമൂവ് ചെയ്യുക, ലോഡിനെ റിമൂവ് ചെയ്യുക, വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുക. അപ്പം ഈ സർക്യൂട്ട് എങ്ങനെ വരും? ഇങ്ങനെ വരും ഇല്ലേ? അതായത് 8 ഓം 12 ഓം 20 ഓം 10 ഓം. ഇനി നിങ്ങൾ പറഞ്ഞേ 8 ഓം 12 ഓം 10 ഓം 20 ഓം. 10 ഓമും 20 ഓമും ഇപ്പൊ പാരലൽ ആയിട്ടല്ലേ ഇരിക്കുന്നേ? കാരണം ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഇപ്പൊ ഇല്ല, ഷോർട്ട് സർക്യൂട്ട് ഇതില്ലേ? അപ്പൊ 10 ഓം പാരലൽ 20 ഓം. അതും 12 ഓം എന്താണ്? ഇപ്പം സീരീസ് ആണോ പാരലൽ ആണോ? 10 ഓം പാരലൽ 20 ഓം. ദെൻ 12 ഓം എന്ത് ചെയ്തു? 12 ഓമും ഇതും എന്താണ്? 6.66 എന്ന് കിട്ടി. 6.66ഉം 12 ഓമും എന്താണ്? സീരീസ് ആണോ പാരലൽ ആണോ? ഒരു പോയിന്റ് തമ്മിലല്ലേ കണക്ഷൻ ഉള്ളൂ. അപ്പം സീരീസ് ആണ്. അപ്പൊ എന്ത് കിട്ടി? 18.66 എന്ന് കിട്ടി. ഇനി 18.66ഉം 8 ഓമും എന്താണ്? സീരീസ് ആണോ പാരലൽ ആണോ? അത് പാരലൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 8.66ഉം 8 ഓമും എന്തായിട്ട് മനസ്സിലായി? പാരലൽ ആണെന്ന് മനസ്സിലായി. 5.6 ഓം എന്ന് കിട്ടി. അപ്പൊ RTH എത്ര കിട്ടി? 5.6 ഓം എന്ന് കിട്ടി. ഓക്കെ, then these are the other problems that we will discuss in the later class. ഇപ്പൊ ഈ ഒരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് എന്താ? ലോഡ് റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? VTH കണ്ടുപിടിക്കാം, RTHും കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഇവിടെ നോക്കുമ്പോൾ ഉടനെ കിട്ടുന്ന VTH എന്താണ്? 1 കിലോ ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്. ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഇറ്റ്സ് ഓൺ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് വെച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, ഇവിടെ ഉണ്ടാകുന്ന equivalent resistance. So thank you all.
we will discuss in the later.